സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ചിലപ്പോൾ നമ്മൾ ആ പ്രോജക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനോ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ നമുക്ക് അത് ഓർത്ത് കുറേ കാലത്തേക്ക് ആശങ്കകളാണ്, കുറ്റബോധമാണ്, എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് കഴിവില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കഴിവുണ്ടായിട്ടും എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. ഇത്തരത്തിൽ നമ്മുടെ മൈൻഡിനെ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് റിസൾട്ട് വിട്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിത് പൂർത്തീകരിക്കാം, പ്രവൃത്തി പൂർത്തീകരിക്കാം. ഇതൊരു ഇഫക്റ്റാണ്. ഇതിനെ വിളിക്കുന്നത് സൈഗാർണിക് ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ സൈഗാർണിക് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണോ ഈ ലൂപ്പ് അടയ്ക്കണത്, അതിനുവേണ്ടി നമുക്കൊരു എന്താ പറയുക, ഒരുപാട് എഫേർട്ട് ഒന്നും ആവശ്യമില്ല. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോഡ് 8-ലത്തെ ആദ്യത്തെ കോഡാണ് നിങ്ങളോട് സംസാരിച്ചത്, എനർജി മാപ്പിംഗ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കോഡാണ്, ആക്ഷൻ ആൻഡ് ക്ലോസിംഗ് ലൂപ്സ്. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മൾ പല ആക്ടിവിറ്റികളും ഏർപ്പെടും. ഒരാവേശത്തിൽ ഇറങ്ങിത്തിരിക്കും, കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിക്കും. ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ കോൺഫിഡൻസ് പോകൽ കൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ചിലപ്പോൾ നമ്മൾ ആ പ്രോജക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനോ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ നമുക്ക് അത് ഓർത്ത് കുറേ കാലത്തേക്ക് ആശങ്കകളാണ്, കുറ്റബോധമാണ്, എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് കഴിവില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കഴിവുണ്ടായിട്ടും എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. ഇത്തരത്തിൽ നമ്മുടെ മൈൻഡിനെ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലൂപ്പ് കാരണം, അതായത് ക്ലോസിംഗ് ലൂപ്പില്ല, ഓപ്പൺ ലൂപ്പാണ്, അതോടെ ഓപ്പണായി കിടക്കുകയാണ്. ഈ ലൂപ്പ് കാരണം നമ്മൾ മെന്റലി അപകടത്തിൽപ്പെടും. ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതൊരു ഇഫക്റ്റാണ്. ഇതിനെ വിളിക്കുന്നത് സൈഗാർണിക് ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ സൈഗാർണിക് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണോ ഈ ലൂപ്പ് അടയ്ക്കണത്, അതിനുവേണ്ടി നമുക്കൊരു എന്താ പറയുക, ഒരുപാട് എഫേർട്ട് ഒന്നും ആവശ്യമില്ല. എന്തായിരുന്നാലും ശരി, ഞാനിത് ചെയ്ത് തീർക്കാം, എൻ്റെ റിസൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. പലപ്പോഴും നമ്മൾ റിസൾട്ടിനെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടായിരിക്കണം ഒരു പക്ഷെ നമ്മൾ വിട്ടുപോകുക. അപ്പോൾ റിസൾട്ട് എന്തായിരുന്നാലും വിരോധമില്ല, ഞാൻ ഇറങ്ങിത്തിരിച്ച പദ്ധതി അല്ലെങ്കിൽ എന്താ ചെയ്ത ആക്ഷൻ എന്താണോ ഇത് ഞാൻ പൂർത്തീകരിക്കും എന്ന് കരുതി വൺസ് നിങ്ങളിത് പൂർത്തീകരിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ലിങ്കറിങ് ഉണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും. നമ്മൾ മെന്റലി കുറച്ചുകൂടെ ഫ്രഷ് ആവും. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് ഇടാതെ നമുക്ക് ഉറപ്പായിട്ടും ക്ലോസിംഗ് ലൂപ്പ് ഉണ്ടാവണം. അതായത് റിസൾട്ട് വിട്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിത് പൂർത്തീകരിക്കാം, പ്രവൃത്തി പൂർത്തീകരിക്കാം. നമ്മളൊരു യാത്ര പോവാണ്. യാത്ര പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇടയ്ക്ക് വെച്ച് കാലാവസ്ഥ അനുകൂലമായില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മൾ തിരിഞ്ഞു നടക്കാറാണ് പതിവ്. പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ട, നിങ്ങൾ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് അവിടെ വരെ യാത്ര ചെയ്ത് പോകും. റിസൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് മുഴുമിപ്പിച്ചു എന്നൊരു കാരണത്താൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് നല്ല തോതിൽ ഉയരും. ഇല്ലെങ്കിൽ എപ്പോഴും വിചാരിക്കും ഞാൻ വെറുതെ യാത്ര ചെയ്തു, ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അൺഫിനിഷ്ഡ് ആക്ടിവിറ്റി, ഫിനിഷ്ഡ് ആക്ടിവിറ്റി. ഇപ്പോൾ റിസൾട്ട് അവിടെ നിൽക്കട്ടെ, നമ്മൾ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ അതൊരു അൺഫിനിഷ്ഡ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളത് പൂർത്തീകരിക്കുക, എന്തായിരുന്നാലും വേണ്ടിയില്ല, അത് പൂർത്തീകരിക്കാൻ തീരുമാനിക്കുക, അത് ഫിനിഷ്ഡ് ആക്ടിവിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈൻഡിനെ സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് എഫിഷ്യൻസി, എനിക്ക് കുറച്ചുകൂടെ സാധ്യതകളുണ്ടെന്നും എന്നെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്ത് തീർക്കാം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുന്നു, റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. അതിന് പകരം എന്ത് ചെയ്യുക, ഞാൻ ഈ പണി പൂർത്തീകരിച്ചുവല്ലോ എന്ന ആത്മാർത്ഥതയോടെ ചിന്തിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. എഫിഷ്യൻസി കൂട്ടാനും സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അൺഫിനിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഒരു ഫിനിഷ്ഡ് ആക്ടിവിറ്റി ആക്കി തീർക്കണം എന്നാണ് ഈ നിമിഷം എനിക്ക് നിങ്ങളോട് ശുപാർശ ചെയ്യാനുള്ളത്. ഈ 2 വീഡിയോയിലൂടെ ഞാൻ 2 കോഡാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് ആകെ ഉള്ളത് 8 കോഡുകളാണ്. അടുത്ത 6 കോഡുകളുമായി ഞാൻ അടുത്ത വീഡിയോകൾ വരും. വളരെ ചെറിയ സമയം, ഒരു ചായ കുടിക്കുന്ന സമയം, അത്രയും മതിയാവും. നിങ്ങൾ ആ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കണം. 3-ാമത്തെ വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണാം. കാത്തിരിക്കൂ, ഉറപ്പായിട്ട് കാണണം.